ഈ കളിയാണ് ഞാൻ എല്ലാ ഈ ഫസ്റ്റ് കളി വാമ്പേ സെക്കൻഡ് കളി ഇന്ന് മൊത്തം തെറിയോളം കേൾക്കാനുള്ള നീയാണ്. ഇന്ന് മൊത്തം തെറിയോളം കേൾക്കാനുള്ള ബാബു നീയാണ് കേട്ടാ. ഞാൻ കേൾക്കൂല. ഈകളുടെ എന്നുള്ള മൊത്തം മേടിച്ച് വെച്ചോണേ. അതിബുദ്ധികള് രഘുലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കളിക്കാൻ അറിയാത്തോണ്ടുള്ള മണ്ടത്തരങ്ങൾ. ഇത് കളിക്കാൻ അറിഞ്ഞോണ്ടുള്ള മണ്ടത്തരങ്ങളില്ലേ, അതാണ് ബാബുവിൻ്റെ അത്. മനസ്സിലായി? എന്നിട്ട് ഇനി ന്യായങ്ങൾ നിങ്ങൾ കേൾക്കേണ്ടത് ഇനിയാണ്. ന്യായങ്ങൾ അങ്ങോട്ടാണ്. നിനക്ക് എന്തൊക്കെ എണീറ്റ് നിക്കും അറിയാമോ? തരാം കേട്ടോ. നീ ഇവിടെ സീരിയസ് ആയിട്ട് കളിക്കാതിരിക്കുന്നതിന്റെ ഇടയിൽ കോണ സംസാരിച്ചോണ്ടിരിക്കില്ല. കളിക്കാനുള്ളതാണ് എനിക്ക്. കഴിവില്ലാന്ന് ബാബു തന്നെ പറഞ്ഞ സ്ഥിതിക്ക് ഒരാള് ബാബു ടോട്ടൽ 10 എടുത്ത 1000 രൂപ GPay ഇന്നത്തെ ദിവസം ഇന്നത്തെ 10 കളി 10 കളിയില് 1000 കിലോ. 10 കളിയിൽ 10 കിലോ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് 1000 രൂപ കിട്ടും. നീ എന്റെ കൂടെ ഒരു ഗുണം ഉണ്ടാവട്ടെ. നിന്റെ കൂടെ എന്തെങ്കിലും ഗുണം ഉണ്ടാവട്ടെ. അണ്ണന് ഇതിൽ എന്നെ വിശ്വാസം ഉണ്ട്. അണ്ണൻ പറഞ്ഞ അത് എടുത്തരും. അണ്ണന് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു. വിശ്വാസമുണ്ട് എടുത്തു പറഞ്ഞ മൈരേനി. ഇത് അയച്ചു കൊടുക്കുക അണ്ണാന്ന്. സാറാ നമുക്ക് കളി തുടങ്ങുന്നതിന് മുന്നേ ആ പൂജ പുതിയൊരു ടെക്നിക്ക് ഞാൻ കണ്ടുപിടിച്ച്. എന്താന്നറിയോ ബാബു നിനക്ക് വേണ്ടിട്ടാണ് കേട്ടാ. കേക്കത്തില്ല ഈ മണ്ട അത് വിശ്വസിക്കുക. ജൈവീത് പറഞ്ഞു കൊടുക്കല്ലേ. എടാ കേക്കത്തില്ല. പക്ഷെ നീ എന്ന് എത്താ അപ്പുറത്ത് അപ്പൊ ഇവിടത്തെ ഫൈറ്റ് കഴിഞ്ഞ് അടുത്ത സോഡി കയറും. ഈച്ച് കില്ലിനും അല്ല. ഈച്ച് കില്ലിനല്ലേ? അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ? പിന്നെ അപ്പൊ ഞാൻ തെറ്റിയാണ്. ഒരു കില്ല് എടുത്ത ആദ്യത്തെ കില്ലിന് 100 രൂപ അല്ലേ? ഫസ്റ്റ് കില്ല് കൊടുക്കാം. ബാബു നിനക്ക് വേണ്ടി ഒരാൾ 500 രൂപ അയച്ചു തന്നിട്ടുണ്ടേ. ഞാൻ സ്ട്രീം കഴിയുമ്പോ അയച്ചുതരാം. എല്ലാവരും 2000 കേട്ടോ കഴിച്ചാൽ മതി കേട്ടോ. ഞാൻ ഇറങ്ങണ സാമി ആണോ? ഓരോരുത്തന്മാരെ കുറുവലുകളൊക്കെ വലിച്ചു കേട്ടാണ്. ഇടുക്കി കാണോ? ഓക്കെ ഓക്കെ. ഇടുക്കി കണ്ടോ? കേട്ട് കഴിഞ്ഞാൽ ആളിടിക്കില്ല. നീ എന്താ ഡാം ശരിയാക്കാൻ നീ പോയവരാണല്ലോ നീ പറയുന്നത് ഇടുക്കിയില്. പിന്നെ അത്രയും ഗതികേട്ടോ ഒന്നുമില്ല. മുല്ലപ്പെരിയാറിലെ ജാതിക്ക് തേരി പെണ്ണാണോ? അങ്ങ് ആളുണ്ട് മറ്റേ മുകളില്. അത്രയും ഗതികേട് പെണ്ണേതാ? തൊട്ടപ്പുറത്താ അല്ലേ മേലെ? മറ്റേ റൈറ്റ് സൈഡ് വണ്ടി എടുക്കാൻ പോകുന്നതിന്റെ അവിടുത്തെ ബിൽഡിങ്ങില് പെണ്ണാണ് ഇടുക്കി. മനസ്സിലായില്ല വിപ്സി. എനിക്കറിഞ്ഞൂടാ അത് എന്തോ അങ്ങനെ എന്തോ ആണ്. പെണ്ണ് സെറ്റായാ? ഞാൻ വെച്ച് പെണ്ണ് വെബ്സൈഡ് കാര്യമാണ്. അത് സത്യമായിരിക്കും. പെണ്ണേഴ്സായിരിക്കും പറഞ്ഞത്. ഇത് ആണ് കേസാണ്. പെണ്ണേഴ്സല്ലേ ഇത് ഉറപ്പ്. കോഴിക്കോട് കൂടി ആയതുകൊണ്ട് എന്തായാലും ചാൻസുകൾ ഹൈ ആണ്. ഇതൊക്കെ ഒരു ഫണ്ണായിട്ട് പറയുന്നുണ്ട്. അത് ആ രീതിയിൽ എടുക്കണം. ഇതൊന്നും നമ്മള് വിശ്വസിക്കൂലായിരുന്നു. ഇവനെ പോലുള്ള കുറെ അവിടെ ഇല്ലായിരുന്നെങ്കിൽ. കോഴിക്കോട് വന്ന് കല്ലുമ്മക്കായെന്ന് സന്തോഷം പറഞ്ഞു വിട്ടത് സത്യമാണ്. കോഴിക്കോട് കല്ലുമ്മക്കായ എന്തോ സാധനം ഞാൻ കൊറേ കേട്ടിട്ടുണ്ട്. സത്യമല്ലേ? കോഴിക്കോട് പോലെ തങ്കപ്പെട്ടൊരു സ്ഥലം വേറെ ഇല്ല. എല്ലാം അടുത്തടുത്ത് ഉണ്ട്. സത്യം പറഞ്ഞ കറങ്ങാൻ പോലെ വയറ് അത് വേണം നമുക്ക് അവിടെ. മനസ്സിലായില്ലേ? ഞാൻ അറമാദിച്ചണ്ട. നീ മറ്റേ മൂലത്തില് മറ്റേ കോർക്ക് അടിച്ച് കയറ്റിട്ട് പറ്റിരുന്ന് തിന്നു കഴിഞ്ഞാൽ ഒരു സീനും ഇല്ലല്ലോ നിനക്ക്. അല്ല അങ്ങനത്തെ ഒരു മരുന്നുണ്ട്. ഒരു മരുന്നുണ്ടോ? അപ്പൊ എനിക്ക് ട്രാവൽ ചെയ്യുമ്പോ എന്തായാലും ലൂസ് മോഷൻ വരും. അപ്പൊ ഞാൻ ആദ്യമേ അങ്ങ് മരുന്ന് കഴിച്ചു. എന്നിട്ട് വീട്ടിൽ വന്ന് കയറുമ്പോ കറക്റ്റ് ടൈം ടേബിൾ വെച്ച് തൂറുന്നവനൊക്കെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ്
എന്നാ ബ്ലൂ വെയിൽ കളിക്കാൻ ഒരാൾക്ക് 1000 രൂപ, ടോട്ടൽ 10000. ഓ നീ നിന്റെ അച്ഛനെയും വിളിച്ച് ആദ്യം കളിച്ചു തുടങ്ങി, അപ്പത്തേക്ക് നമ്മളങ്ങ് എത്താം. ഞങ്ങൾ നമ്മളങ്ങ് എത്തിയേക്കാം. ആളൊന്നല്ലോ ബ്രോ. M24 വേണോ? ആ വേണം വേണം വേണം. മാറ്റിയിട്ടുണ്ട്. എന്തോ എന്തോ അല്ല അപ്പൊ അവന്റെ കിട്ടി, അവന്റെ ഓൾറെഡി കിട്ടി. അത് രണ്ടാമത്തെ M24 ആണ്, അതാണ് അവൻ തന്നത്. ആരിത് ചീറിപ്പാഞ്ഞ പോടാ, ചുറ്റപ്പുഴയിലേക്ക് പോലെ ഒരാളെ കൂടെ ഇതിന്റെ ഇടയിൽ. ആരാടാ ഇങ്ങനെ കിടന്ന് അടിക്കുന്നത്? ബോട്ടാണ് കേട്ടാ. അല്ലല്ല, അപ്പുറത്തെ 4 പേര് ഇറങ്ങിയെന്ന് അറിഞ്ഞു. 4 പേര് ഇറങ്ങിയ പിന്നെ അവന്മാരെ അടിച്ചിട്ട് തന്നെ ആരും. ഞാൻ പോയിട്ട് ഒരു ക്വാർട്ടർ മന്തി അണ്ണാ, ഒരു ക്വാർട്ടർ മന്തി ചലഞ്ച്. ഒരു ക്വാർട്ടർ മന്തിയാ. എനിക്കൂടെ ആരെങ്കിലും ഫുഡൊന്ന് മേടിച്ചു തരുമോ? അപ്പൊ എനിക്ക് ഇവിടെ കടയിൽ നിന്ന് അടച്ചു, ഇനി എന്തിനു കിട്ടാ? എനിക്കൊന്നും കിട്ടത്തൊന്നുമില്ല. എനിക്ക് കട തുറന്നിരിക്കുക. ആ പിന്നെ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യും എന്നാലേ തരുള്ളൂ. എനിക്ക് കൂടെ ഫുഡ് ചലഞ്ച് ആരെങ്കിലും ചെയ്ത് തരും. ചലഞ്ചാ എനിക്കൊരു വാഗ്ദാനം തന്നിട്ടുണ്ട്. ഏത് വണ്ടി? ഒരു ബഗ്ഗി പോയി. ഈളെ ബാക്കിൽ ഇതിന്റെ അത്രേ ഉള്ളൂ. മിസുമാറിനെ അടിച്ചു. മിസുമാറി ഒരുത്ത ഇങ്ങോട്ട്. ഈളെ അങ്ങോട്ടാളോ ഇവിടെ? ഇവിടെ അങ്ങോട്ടാളോ? ഹെൽമെറ്റ് മാർക്ക് ചെയ്ത് തരാമോ സാറാ? ഈളെ അവിടെ നിന്ന് വണ്ടി എടുക്കോ? അതാ ഇവിടെ ആളെ ഈളെ എവിടെടാ? എല്ലാം ഇവിടെ. കോടാണ് ഈ കല്ല് നോക്കികളെ. ഇവിടെ ഈസി നോക്ക്. അത്ര ഉള്ളു. ഇവിടെ ഒരുത്ത് നല്ല ലോങ് പോയേ. എടാ ബാക്കിൽ മാർക്ക് എവിടെയാണ്? ബാക്കിന് M24 ഷോട്ട്. എവിടെയാണെന്ന് കണ്ടില്ല. ഏകദേശം ഒരു ആംഗിൾ അറിയാമോ? ഒരു പിടുത്തമില്ല. നീ അവനെ കയറി ഫിനിഷ് ചെയ്യോ? നീ ഇവനെ കയറി ഫിനിഷ് ചെയ്യോ? ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്ന് പാടാണ്. നോക്കട്ടെ. അവൻ എന്താ ഇവിടെ നിനക്ക് തന്നെ ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ആളുടെ ആയിരിക്കും ഇപ്പൊ. അല്ല അല്ലേ? ഒരുത്തൻ നല്ല ലോങ്ങിലോട്ട് ഓടിയായിരുന്നു, പക്ഷെ അവനെ പിന്നെ കണ്ടില്ല. ലൈവ് നിർത്തി. ഹാപ്പി ബർത്ത്ഡേ അലീമി. അതാരും പറഞ്ഞു? അലീമിയുടെ ബർത്ത്ഡേ അല്ലേ? അത് പാറമക്ക രാജേന്ദ്രന്റെ ബർത്ത്ഡേ ആണ്. പറമേക്കാവിനെ വേണമെങ്കിൽ വിഷ് ചെയ്തോ. പറമേക്കാവ് അവനൊന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റുമോടാ? അല്ല അവനെ റെസ്റ്റ് ചെയ്യാൻ സമ്മതിക്കാതിരിക്കാം, അത് കയറ്റി. അതാ വരുന്നുണ്ടോ? മരെ അവനോക്കെ അപ്പൊ ലാസ്റ്റ് വൺ ഇവിടെ 4 പേരുണ്ടെന്നല്ലേ പറഞ്ഞത്? 4 പേരുണ്ടായിരുന്നു. അപ്പൊ 2 പേര് ലെഫ്റ്റ് ആയിരിക്കും. 1 2 ഒരാളെ ഇത് 2 ഫിനിഷ് ചെയ്ത്. അല്ല അത് സെയിം ടീം അല്ലെന്ന് തോന്നുന്നു. വെയിറ്റ് മാച്ചിലോ പോകട്ടെ. അല്ല അത് വേറെ ടീം ആണ്. നീ അടിച്ച 17 ആയിരുന്നു, ഇത് 21 ആണ്. ആണോ? ഇവനെ കാണുന്നില്ലല്ലോ. എന്നെ അടിച്ചറായിക്കളെ. എവിടെ അടിച്ചാണാ? അടാ നിങ്ങളോ എനിക്കറിഞ്ഞോ എന്നാടോ? അത് ശരി. ഇവിടെ അടിച്ചേട്ടാ. എടാ അതാ ഞാനും പറയണ. അവന് അതിന്റെ മുകളിലായിരിക്കടാ. അപ്പൊ ബ്ലൂവിന്റെ മുകളിലൊക്കെ നീ. ഓ ഇവിടെ ഉണ്ട് ചേട്ടാ. നല്ല ഇങ്ങനെ നിന്നിട്ട് എവിടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ പറ്റൂലടാ. നീ ഒന്ന് എത്തി നോക്ക്. എന്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു? അത് ഇന്ന് ലൂട്ട് ചെയ്യുന്നു അവിടെ നിന്ന്. ഞാൻ അവിടെ നിന്നല്ലേ ചത്തത്. കണ്ടായിരുന്നു അവനെ? ചാവാതിരിക്കാൻ പറഞ്ഞു. ഒരു ചിണുങ്ങിയാണ്. ഒന്നും പറയാൻ പറ്റൂല. അങ്ങനെയല്ല, ഞാൻ കൊഞ്ചിയതല്ല. ഇതാണ് 3ാമത്തെ ആള്. അടി ബാബു ഫിനിഷ് ആക്കുമ്പോ അടി. അവനെ ഫിനിഷ് ചെയ്ത. പക്ഷെ നീ ഓപ്പണിൽ പോയി മറ്റവന്റെ അടി ഉള്ളത്. അത് അതിന്റെ ബാക്കിലാണോ? ഇതപ്പോ എത്ര പേര്? ഇത് രണ്ട് ടീമാണ് നിങ്ങളെ സംഭവം. അതാണ് സത്യം. നമ്മൾ അറിയാത്തൊരു സത്യം അതാണ്. എടാ മറ്റവനപ്പൊ റിവൈവ് ആക്കിയടാ ബാബു.
എവിടെയാണോ ഒരുത്തനെ റിവൈവ് ആക്കിയപ്പോ മനസ്സിലായോ? അപ്പൊ 1 2 3 ഇതിപ്പം 2 ടീമുണ്ട്. എന്റെ ആളിയാ അതോ കല്ല് കണ്ട് ആ കല്ലുണ്ടേ. എടാ കല്ല് ഇങ്ങളെ നീ ആദ്യം നോക്കിയിട്ട കല്ലില്ലേ ഞാൻ പറഞ്ഞ അവിടെ അടുത്തുണ്ടേ. നോക്കിയേ കാണാൻ പറ്റാ നോക്കിയേ ഇവിടെ ബാബു ആ കല്ലടാ ബാബു കല്ലടാ. ബാബു നിന്നെ നോക്കിയിരിക്കുകയാണ്. സ്നൈപ്പർ എടുത്തടി. ഇങ്ങനെയൊക്കെ പോയാ അടിക്കും അവൻ. കണ്ടാ നീ അതിനവിടെ അവിടെ നിന്റെ ഫ്രണ്ടിലോട്ട് വരുന്നേ വരുന്നാ ആ മരമെത്തി മറ്റോ നിന്നെ അടിച്ച പെടുവോ? ഞാൻ എഴിഞ്ഞു മാറിക്കോളാം. നമുക്ക് ഇവരെ ചിപ്പ് എടുത്തോണ്ട് റിവ്യൂ ചെയ്യും ബ്രോ. അതെ എന്റെ ആള് അവ എവിടെ? അവ അതിന്റെ അകത്താണെന്ന് തോന്നുന്നു. പീക്ക് ചെയ്തൊന്നു ആ സമയത്തുണ്ടോ പറ്റ് നോക്കണ്ടോടാ ഇവിടെ? ഇല്ലടാ ഒന്നും ഇല്ലടാ, എനിക്ക് അവനെ കാണുന്നില്ല. അയ്യോ മൂഞ്ചി സോണും വന്ന് ഞാൻ കവറിൽ കയറി വരാൻ പറ്റില്ലല്ലോ എന്തായാലും ഇപ്പോ അവ അടിച്ചോണ്ടിരിക്കല്ലേ. ഇല്ലടാ എനിക്ക് ഓപ്പണിൽ അത്രയും ദൂരം വരാൻ പറ്റില്ല. അതൊന്നും അടിയിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. അവനെ കാണുന്നില്ലടാ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അവനാ അവിടെ ആദ്യം അടിച്ചതിന്റെ അകത്താണ്, ഷാക്കിന്റെ അകത്താണ് എത്തി അടിക്കണം. പീക്ക് ഷാക്ക് കണ്ടാടാ അതിന്റെ അകത്തുനിന്ന് നീ പീക്ക് നീ എക്സ്പോസ് ആവുന്ന ടൈം പീക്ക് അടിക്കുമെന്ന് തോന്നുന്നു. എനിക്ക് അവനെ കണ്ടാലല്ല എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. എനിക്ക് അവനെ കാണുന്നില്ല. എന്തൊക്കെ അവൻ എന്താ വൃത്തിയിട്ടാ പീക്കാ എടുക്കുന്നത് അതാണ് സംഭവം. ആണോ? എന്നാ അത് രണ്ടും എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക്. ബാബു പോയി. ആ ഉണ്ട് എല്ലാം ഉണ്ട്. തിരിച്ചു വരേണ്ടാ നമ്മള് തിരിച്ചു വരേണ്ടാ. നീയൊക്കെ വെയിറ്റ് ചെയ്യും വന്നിട്ട് തരാം എല്ലാത്തിനും. അയ്യോ ദാ വന്ന് കാലപാടൻ. ഓ എടാ ഇത് കള്ളൻ, ഇവ എന്റെ ഫ്രണ്ടാണ്. 007 പാരാ പോയി. ഇല്ല ഇത് സത്യത്തിൽ അവനല്ലേ, ഇത് വേറെ ഇട കേട്ടാ. ഇവൻ മിത്രരെ വെയിറ്റ് ചെയ്യുന്നതാണ്. സാധനം കൊണ്ടുവരാവുന്നതാണോ? അടിച്ച് പൊട്ടിച്ച് 47 സെക്കൻഡ് വെറും ഈകളെ 47 സെക്കൻഡ് പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ ഇത് നമ്മളെ ഡിന്നർ കളി. അതുവരെ നീ എങ്ങനെയൊക്കെ എവിടെ ഇതിന്റെ മണ്ടയിൽ മറ്റേ സാധനം ഉണ്ട്, ഫ്ലൈറ്റ് വിളിച്ചു പോകാൻ പറ്റും. നിങ്ങൾ ചില്ല, എല്ലാരും ചില്ല. ഡ്രിങ്ക്സ് ഒക്കെ അടിച്ചോടാ. എല്ലാരും ചില്ല. ഡ്രിങ്ക്സ് അടിച്ചോ. എല്ലാത്തിനുള്ള വഴി എന്റെ ഉണ്ട്. എല്ലാരും ചില്ല. എവിടെ കീയും കൊണ്ട് പോവേണ് കേട്ടാ തുറക്കാനായിട്ട്. മറ്റേ കുഴിയിടാത്ത പോവുകയാണ്. ആ വണ്ടി ഇങ്ങളെ പോയല്ലേ പോയ ചത്ത്. ശവത്തിനെ പോലെ ഇരുന്നളഞ്ഞ എന്റെ അളിയ. എടാ ഈ കളി എന്ന് പറഞ്ഞാൽ ബുദ്ധിയും കൂടെ വേണം, മനസ്സിലായ? ഇത് ബുദ്ധിയും കൂടെ ഉള്ള കളിയാണ്. ഇത് അപ്പുറത്തൊരു ബുദ്ധി ഇല്ലാത്തതിന്റെ പ്രശ്നമാണ്. നമ്മള് ശവമായിട്ടൊക്കെ ഇരിക്കണം. അപ്പൊ വാ ചാടി ഞാൻ ഇങ്ങോട്ട് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി. ആളുണ്ടെങ്കിൽ നമ്മള് വലിച്ചു ഒരു വണ്ടി ഉണ്ട് കൊമ്പണ്ടിൽ പോവാന്. അവിടെ ആളുണ്ട്. ഇവിടെ ഇറങ്ങുവാ. ഇവിടെ ആളുണ്ടായിരുന്നു തോന്നാ. ഇല്ലല്ലേ അവിടെ ഒരു വണ്ടി കിടക്കുന്നല്ലേ സൈഡില്. ഇവിടെ ആളുണ്ടെന്ന് തോന്നല്ലേ. ആ വണ്ടി എടുത്തോണ്ട് പോയാലാണോ? ഞാൻ അങ്ങോട്ട് പോകണം. അങ്ങോട്ട് പോകുമ്പോ ഈ സ്കോഡോസ് അണ്ണാ ഞാൻ ഈ വണ്ടി എടുത്തോണ്ട് എസ്കേപ്പ് ആവേ. ഓ ശരി നിനക്ക് പറ്റുമെങ്കിൽ എസ്കേപ്പ് ആയിക്കോ. ഞാൻ എന്തായാലും ഇവിടെ പോയേ ഇപ്പഴേ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കേറിപ്പോയി സാർ. അത് നമുക്ക് ലൂട്ട് ചെയ്യാം രണ്ടും. അയ്യോ സാർ അപ്പുറത്തൊക്കെ അയ്യോ അടിക്കല്ല. ഞാൻ ഒന്ന് ഇപ്പൊ വന്നേടാ. ഞാൻ നാളെ വരാടാ പോയിട്ട്. അയ്യോ വണ്ടി പൊട്ടി ചത്ത്. വണ്ടി പൊട്ടിടാ. കവറക്കറ അത്തോട്ട് കയറ്. ഷിപ്പറിന് അടി കിട്ടും, പേടിക്കണ്ട.
ഇവിടൊക്കെ അടിയില്ല എന്റെ പൂർത്തിയായി. എടാ നിങ്ങളെല്ലാം വീണ്ടും ചത്തോടാ. എന്റെ എഫേർട്ടിന് ഒരു വിലയില്ലാതായി പോയടാ. ഇവിടെ ഇറങ്ങിയ സ്ഥലത്ത് സാറേ എന്നെ വിറ്റിട്ടൊരു ഓട്ടം നിറയണേ ഞാൻ സാറേ. അത്ര നേരം സാറേ അല്ല അത്ര നേരം സാറേ എനിക്ക് ആ ചുവന്ന വീട് തറേന്ന് പറഞ്ഞിരുന്നേ കേട്ടാ. അടി വന്നപ്പോഴത്തേക്ക് ഒറ്റ ഓട്ടം. അത് സരക്കാണ് ചൂസ് ചെയ്തത്. ഇറക്കണ എന്റെ ജീവനെ കൊണ്ട് ഞാൻ മാക്സിമം ആണോ നോക്കി എന്നെ കെട്ടിയിട്ട് അടിച്ചേട്ട വഴിയില്. ഓടാ ബാബു, നിന്നെയൊക്കെ രക്ഷിച്ച് എന്നെ പറഞ്ഞാ മതി. എടാ ആ വീട്ടിൽ അവൻ ഒറ്റ ഒരുത്തൻ മാത്രം കഥവ് അടച്ച് പൂട്ടിയിരിക്കുന്നതാ. ചെന്ന് തുറന്നപ്പോ അടിച്ചോണ്ട് കൊന്ന്. ഇതൊക്കെ എന്തൊരു മനുഷ്യന്മാരാ അവരൊക്കെ. അത് ലോഡാവത്തേണ്. ഇതൊക്കെ എന്തിനാണ് എന്തോ അടുത്ത എനിമിക്ക് കൊടുക്കാൻ വേണ്ടിയിരുന്ന ഭാരത് നോക്കിയാണ്. ആദ്യമേ ചത്തിട്ടല്ലോ ഈ ഡയലോഗ് അടിക്കുന്നുണ്ട്. അയ്യോ സരക്കണ്ണ ഈ വർഷത്തിലൊരിക്കലൊക്കെയാണ്. അവര് തമ്മിൽ അടിപ്പിക്കാതിരിക്കാൻ വേണ്ടി വഴിയൊക്കെ ഇട്ടാണേ. ഇല്ലല്ല അത് ഈ ഏതോ അതാ അച്ഛന്റെ ഈഗോ കിട്ടിട്ടുണ്ടാ പോക്ക്. എടാ ഞാൻ സോൺ എത്തൂലേ? ഓക്കെ 50 കിലോമീറ്റർ സോണിലുണ്ട്. 500 രൂപ ജീപ്പേ ബാബു അൺസ്റ്റാൾ പബ്ജി. 10 കളിയില് 10 കില്ലെന്ന് പറയാ. ഒരു കളിയിൽ ആദ്യത്തെ കളി 1 കില്ലുണ്ട്. സരക്കണ്ട വേറൊരു ചലഞ്ച് ഉണ്ടേ. എന്തിനാണ്? സറച്ചേച്ചിയും പിന്നെ വാസുണ്ടനും കൂടെ ഒരു ഡ്യുവറ്റ് സോങ്. കോമഡി ആയിട്ടല്ല, സീരിയസ് ആയിട്ട്. സീരിയസ് ആയിട്ട് ഇവിടെ ഇവർക്ക് അറിഞ്ഞൂടാ. ഈകളെ അറിയാവൂ. അതാണ് സത്യമാണ്. ഈകള് വലിയ മറ്റേ ഈകള് മറ്റേ സെറ്റായിട്ട് പാടും. ഇപ്പുറത്തെ ഉള്ള ലിറിക്സ് ഒക്കെ തെറ്റിച്ച് തീട്ട പാട്ട് പാടും. ഇവരാണ് പറഞ്ഞത്. ഞാൻ മുമ്പേ പറഞ്ഞ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ മുമ്പേ ഓ അപ്പൊ നീ പറയുന്നത് നീ ശ്രേയ ഘോഷാലിന്റെ കൂടെ പാടുന്ന കോസിംഗർ എന്നാണ് നീ പറയുന്നത്? അപ്പൊ നീ പക്ഷെ അണ്ണാ 1000K ജീപ്പാണ് കേട്ടാ. അല്ല 1K 1000K ജീപ്പേ അല്ല 1K വണ്ടി ഇടിച്ചു പോഞ്ഞേട്ടാ ഈകളില്ല. ഇടിച്ചു പോകാൻ ഞാൻ ഈകള് നിരങ്ങി പെരങ്ങിയൊക്കെ. ഇവിടെ ഹോസ്പിറ്റലിൽ ആരുമില്ല. ഹോസ്പിറ്റലിൽ നീ എവിടുണ്ട്? നീ എവിടുണ്ട്? ഹോസ്പിറ്റലിൽ ഞാൻ ഹോസ്പിറ്റലുണ്ട്. ആള് സേഫ് ആണ്. ഹോസ്പിറ്റലിൽ ബാ ഓടിവാ ഇവിടെ മെഡിസിൻ ഒക്കെ ട്രിപ്പ് ഇട്ട് കിടക്കാതെ. പക്ഷെ അവിടോട്ട് എത്താനുള്ള അവിടെ എത്തുന്ന വഴി എത്താനുള്ള ഇച്ചിരി ടഫാണേ. അതെ എടാ ഇതൊക്കെ കണ്ടാടാ. ഇതൊക്കെ എങ് കണ്ടാടാ. ചാവത്തും ഇല്ല. ഇവിടെ നേരെ പോകുന്ന അവിടെ ആളുണ്ട്. റൈറ്റ് എടുത്ത് വെക്കുമല്ലേ ചാവും. നേരെ പോണ വീട്ടിൽ ആളുണ്ട്. എവിടെയാണ് ഞാൻ എത്തുന്നത്? എന്നെ മനസ്സിലായി. അപ്പൊ പിന്നെ വലിയ എന്റെ മനസ്സിൽ ആലോചിച്ച് വന്നെന്ന് പറഞ്ഞത്. എന്റെ ആലോചിച്ച് വന്നത് അടിച്ച് ടയർ ഒട്ടിച്ച് വണ്ടി കറക്കി തിരിച്ചൊക്കെ വന്ന്. അവസ്ഥ നോക്കണേടാ മയിര്. ഇനിയിപ്പോ നമുക്ക് ലൂട്ടിംഗ് സ്പെക്ക് ചെയ്യാം. ലൂട്ടിംഗ് സ്പെക്ക്. ഓക്കെ സാറേ എന്നെങ്കിൽ ഒരു 3 കില്ലി കളി എടുത്തു കഴിഞ്ഞാൽ 2000 രൂപ ഞാൻ തരും. എനിക്ക് ബിരിയാണി മേടിച്ചു. ഓ ബിരിയാണി 2000 രൂപയ്ക്കുള്ള ബിരിയാണി കൂടുതലുള്ള ബിരിയാണി ഒന്നും എനിക്കറിയത്തില്ല. 1200 രൂപയാ ബിരിയാണി. അപ്പൊ 2000 രൂപ തരാതല്ലേ പറഞ്ഞത്? അതൊ കാനഡയിലെ ബിരിയാണിയുടെ അതല്ലേ $7 എന്തൊരവസ്ഥയെന്ന് പറ മയിര്. ഭാഗ്യമാണ് നമ്മളെ രക്ഷിച്ചോണ്ടാണ് ചത്തെന്ന് ഇപ്പൊ പറഞ്ഞു. മേളിൽ നിന്ന് ഒരാൾ കൊല്ലും. എനിക്ക് 6 കില്ലെന്തോണ്ട് ബാബു അവിടെ 6 അറിഞ്ഞ് ഞാൻ കണ്ട് എടുത്തു വെച്ച് അറിഞ്ഞ് സ്നൈപ്പർ ഒരു കില്ല് എടുക്കത്തില്ല. എന്നിട്ട് കോണയം കൂടെ കേക്കണതൊക്കെ പറഞ്ഞല്ലേ. പ്രാക്ടീസ് മാച്ചാ? അങ്ങനെ ഒരു മാച്ച് നോക്കില്ല. പ്രാക്ടീസ് മാച്ച് ഒന്നും ഇല്ല കേട്ടോ. ഇവിടെ എല്ലാവർക്കും കൂടി ഒരു മാച്ചാണ്. നമ്മള് ബാബുവിന്റെ അടുത്ത് തർക്കിക്കാൻ പാടില്ല. 2 കില്ലൊക്കെ എടുത്തിട്ടാണ് ഇവിടെ വന്ന് അടുത്ത് 6 കില്ലെടുത്തത്. അതാ നമ്മുടെ ഇവിടെ ഓൾറൗണ്ടർ പെർഫോമൻസ് ആണ് ബാബു. നീ ഇങ്ങനെ നടന്നോ ലാസ്റ്റ് വേറെ സിറ്റുവേഷൻ എന്താണെന്ന് ഓർമ്മയില്ല. ലാസ്റ്റ് പബ്ജി ഒരു 4 കില്ല് എടുത്തതൊന്നും ഓർമ്മയില്ല. ഒന്നും ഓർമ്മയില്ല. മറന്നതൊക്കെ അവൻ. എന്തായാലും ഇത് പുഴുവാ. ഇത് പുഴുവാ. മുളയാൻ പുഴുവാ. ഇത് എന്തിനു അപ്പുറത്തുള്ള ശബ്ദം കേൾക്കാതിരിക്കാൻ വേണ്ടി ഇഴഞ്ഞിഴഞ്ഞ് ജീവിക്കുന്നു. സോൺ മാറി കേട്ടാ. സോൺ മാറി. ചത്ത് ദൈവമേ ഒരുത്ത വന്ന കേറി ഒന്ന് കൊല്ലടേ. അവൻ പണ്ടടാ അവൻ മൻസൂറേ. മൻസൂറല്ലേ മാൻസുറർ. അവന്റെ കെണ്ടക്കി വെടി വെച്ച അവന്റെ കെണ്ടക്കി.
അവന്റെ കെണ്ടൊക്കെ എടിച്ചത് കേട്ടാ നീ. അവൻ ജീവിതം വെറുത്തിട്ടുണ്ടാവാളി അവൻ. ബിരിയാണി ഫണ്ട് ഡോൺ ബ്രോ വന്നിട്ടുണ്ട് കേട്ടാ, ഡോൺ അണ്ണ വന്നിട്ടുണ്ട്. ഇനിയിപ്പൊ നീ ഇനിയിപ്പോ ഡോൺ ചേട്ടാ ഇത് എത്ര പേരെ കൊന്നു? 30 ലെവലുള്ളവന്റെ ആയതുകൊണ്ടാണ് ചത്തത്. 30 level പക്ഷെ സൂപ്പർ ചാറ്റ് അതേ ഉള്ളൂ. മൻസൂറിന്റെ ആയതുകൊണ്ട് ചത്തുപോയി. വ്യൂ എന്തൊരു സന്തോഷം വരെ ഞാൻ പറഞ്ഞത് ഒരുത്ത ഓടിയിൽ വന്നിട്ടപ്പോഴത്തേക്ക് എനിക്ക് എന്തൊരു timing ആയിരുന്നു.